നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. മുഖ്യമന്ത്രിയെ വിമർശിച്ച നടൻ സുരേഷ് ഗോപിക്ക് ലക്ഷ്യങ്ങളുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ്. CPM സമരങ്ങൾ പതിവായി പരാജയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഡി ഭാനുദേവൻ. ജനഹിതമറിയാത്ത പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ. പുനലൂർ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നം, അനധികൃത വഴിവാണിപ്പം, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നഗരസഭയെ സമീപിക്കും. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ബുധനാഴ്ച ഹർത്താൽ നടത്തുമെന്ന് വ്യാപാരികൾ. പുനലൂരിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കാൻ തഹസിൽദാർ B ശശികുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് റിപ്പബ്ലിക് ദിനാഘോഷ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. രാവിലെ 8 മണിക്ക് പുനലൂർ താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ MLA അഡ്വക്കേറ്റ് K രാജു പതാക ഉയർത്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ്, DYSP NA ബൈജു തുടങ്ങിയ പ്രമുഖർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. സ്വാതന്ത്ര്യസമര സേനാനികളെ യോഗത്തിൽ ആദരിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യൂത്ത് കോൺഗ്രസ് ഈസ്റ്റ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടനയുടെ ജന്മദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആഘോഷിച്ചു. യൂത്ത് കോൺഗ്രസ് പുനലൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം യൂത്ത് കോൺഗ്രസ് മുൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി N അജീഷ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പുനലൂർ വെസ്റ്റ് മേഖലയിലും സംസ്ഥാന ലെവലിലും വളരെ സജീവമായി പോകുന്നതിന്റെ വലിയൊരു തുടക്കമാണ് ഇന്ന് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ യോഗം സഞ്ജു ബുഖാരി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സനിൽകുമാർ, അജീഷ്, നിയോജക മണ്ഡലം സെക്രട്ടറി മൻസൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എവിടെ യുവജന സംഘടനകളുടെ അധപ്പതനം ഉണ്ടാകുന്നു, അവിടെ വർഗീയ സംഘടനകളും തീവ്രവാദ സംഘടനകളും കൊടികുത്തി വാഴുകയാണ്. ഈ അവസരത്തിലാണ് യൂത്ത് കോൺഗ്രസിനെ പോലെയുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ യുവജന സംഘടനകളുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോഴത്തെ വർഗീയ ശക്തികളുടെ ഇന്ത്യ ഭരണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഇന്ത്യയിലെ യുവജന സംഘടനകൾക്ക് എവിടെയൊക്കെ താളപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ മതസൗഹാർദ്ദം തകർക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ അവിടെയൊക്കെ തീവ്രവാദം കൊടികുത്തി വാണിട്ടുണ്ട്. അവിടെയൊക്കെ അരാജകത്വം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഷ്ട്ര പുനർനിർമ്മാണം യുവാക്കളുടെ കയ്യിലെന്ന് KPCC സെക്രട്ടറി G രതികുമാർ. യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം കടുവാത്തോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ ചെറുപ്പക്കാർ എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് ബോധവാന്മാരാണ്. ഇന്ത്യയിൽ സമാധാനപരമായി സമരം നടത്തി എത്രയോ കാലം കോൺഗ്രസ് രൂപീകരിച്ച ശേഷം മഹാത്മാഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും സമാധാനപരമായി ബ്രിട്ടീഷ് ഭരണകൂടവുമായി ബ്രിട്ടീഷ് സാമ്രാജ്യാധിപന്മാർ അറിയിച്ചപ്പോൾ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ചെറുപ്പക്കാരുടെ പങ്ക് വളരെ വലുതാണ്. ജനാധിപത്യ സംവിധാനത്തിലും കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിലും യുവജനങ്ങൾക്ക് വേണ്ടത്ര പരിഗണന നൽകണമെന്നും G രതികുമാർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം CR നജീബ് ജന്മദിന സന്ദേശം നൽകി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M ഷേഖ് പരീദ്, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് സെക്രട്ടറി നെൽസൺ തോമസ്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം അഡ്വക്കേറ്റ് സാജു ഖാൻ, കോൺഗ്രസ് പട്ടാഴി വടക്കേക്കര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുദർശനൻ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മനോഹരൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി JL നസീർ, നടുക്കുന്നിൽ വിജയൻ, വിജയരാജൻ പിള്ള തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അജിത് കൃഷ്ണൻ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. CPM സമരങ്ങൾ പതിവായി പരാജയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് D ഭാനുദേവൻ. യൂത്ത് കോൺഗ്രസ് ഏനാദിമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം കുന്നിടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPMന്റെ സമരങ്ങൾ നിരന്തരമായി പരാജയപ്പെടുന്നതിൽ മനം നൊന്ത് CPM പിൻസീറ്റ് ഡ്രൈവിംഗ് ആരംഭിച്ചിരിക്കുകയാണെന്നും സിനിമാ താരം സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഇതാണ് വെളിപ്പെടുത്തുന്നതെന്നും അഡ്വക്കേറ്റ് ഭാനുദേവൻ പറഞ്ഞു. ശരിയായ സമരമാർഗ്ഗങ്ങളിലൂടെ രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ കഴിയില്ലെന്ന് ബോധ്യമായതോടെ CPM അപവാദ പ്രചരണങ്ങളിലൂടെ ലക്ഷ്യം നേടാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടിക്കെതിരെ ഇപ്പോ ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ വ്യക്തിഹത്യ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സിനിമാ രംഗത്ത് നമ്മളൊക്കെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ട സുരേഷ് ഗോപി പോലും രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞ് കുറെ നാൾ കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി നിർത്തി. ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി മറ്റ് പലരെയും മുൻനിരയിൽ ഇറക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ജനക്ഷേമകരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെതിരെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമെന്നോണം ഏനാദിമംഗലം പഞ്ചായത്തിലും മാർക്സിസ്റ്റ് പാർട്ടി വളരെ കാര്യമായ രീതിയിൽ ഭരണം നടത്തി വരുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. അതിനെ
ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണണം. യൂത്ത് കോൺഗ്രസ് ഏനാദിമംഗലം മണ്ഡലം പ്രസിഡന്റ് ജിജോ വിളനിലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശയാത്ര കുന്നിട രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് പുഷ്പാർച്ചനയോടെയും പ്രാർത്ഥനയോടെയും ആരംഭിച്ചു. ജിജോ വിളനിലം ക്യാപ്റ്റനും ജയൻ അടപ്പപ്പാറ വൈസ് ക്യാപ്റ്റനുമായുള്ള സന്ദേശയാത്രയ്ക്ക് സജി മാരൂർ, DCC അംഗം റജി പൂവത്തൂർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജോ മോൻ, പാർലമെന്റ് വൈസ് പ്രസിഡന്റ് അരുൺരാജ്, സേവാദൾ ജില്ലാ ഓർഗനൈസർ കൃഷ്ണദാസ്, INTUC ജില്ലാ ജനറൽ സെക്രട്ടറി ഹരികുമാർ പൂതങ്കര, കോൺഗ്രസ് നേതാക്കളായ PK മോഹൻ, വിനോദ് മണ്ണാറ്റൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് പഴകുളം മധു ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുഖ്യമന്ത്രിയെ വിമർശിച്ച നടൻ സുരേഷ് ഗോപിക്ക് ചില ലക്ഷ്യങ്ങളുണ്ടാവുമെന്ന് യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ. മോഡിക്ക് വേണ്ടി സംസാരിച്ച് ചില ലാഭങ്ങൾ നേടാനാണ് സുരേഷ് ഗോപി ശ്രമിക്കുന്നതെന്ന് പ്രദീപ് കുമാർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാരെ നേരിൽ നിന്ന് കാണുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്തിട്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അവർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും നൽകുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ശബ്ദമുയർത്തുവാൻ തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ആയതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ചാൽ എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അനുവദിക്കില്ല. അതിനെതിരെ ശക്തമായി കേരളത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ജനഹിതമറിയാത്ത പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് AYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R സജിലാൽ. സ്വാതന്ത്ര്യദിനത്തിൽ AYF മണ്ഡലം കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമരസംഗമത്തിന്റെ പ്രചരണാർത്ഥമുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ പുനലൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ജനഹിതം അറിഞ്ഞുകൊണ്ട് ജനങ്ങളോട് നേരിട്ട് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ താൽപര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളുടെ അംഗീകാരം തേടി വന്ന രാഷ്ട്രീയ നേതാവാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യ രാജ്യത്ത് പെട്രോളിന്റെ വില നിശ്ചയിക്കുവാനുള്ള അധികാരം വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് നിശ്ചിതമാക്കിയിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് നിശ്ചിതമായിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യ ഗവൺമെന്റിൽ നിശ്ചിതമാക്കിയ ആ അധികാരമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ പെട്രോളിയം കമ്പനി മുതലാളിമാർക്ക് മാറിയത്. ഇഷ്ടം പോലെ അവർക്ക് വില നിശ്ചയിക്കാം. ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ ദിവസവും പെട്രോളിയം കമ്പനി മുതലാളിമാർ എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്ന് ലാഭേച്ഛയോടുകൂടി അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അർദ്ധരാത്രിയിൽ പെട്രോളിന്റെ ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നു. ഏത് രാജ്യത്ത് നടക്കുന്നത്? വർഗീയതയ്ക്കും വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരെ സ്വാതന്ത്ര്യത്തെ അർത്ഥപൂർണമാക്കുക എന്ന സന്ദേശത്തോടെയാണ് ഓഗസ്റ്റ് 15 AYF മണ്ഡലം കേന്ദ്രങ്ങളിൽ യുവതയുടെ സമരസംഗമം നടത്തുന്നത്. ഇതിന്റെ കാൽനട പ്രചരണ ജാഥയ്ക്ക് AYF ജില്ലാ സെക്രട്ടറി CP പ്രദീപ് ക്യാപ്റ്റനായും ASF ജില്ലാ സെക്രട്ടറി M മനോജ് വൈസ് ക്യാപ്റ്റനായും AYF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ S കല്ലേലി ഭാഗം ഡയറക്ടറുമായി നേതൃത്വം നൽകുന്നു. പുനലൂർ KSRTC ജംഗ്ഷനിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ EK റോസ്ചന്ദ്രൻ അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ CP പ്രദീപ്, ഡയറക്ടർ അഡ്വക്കേറ്റ് അനിൽ S കല്ലേലി ഭാഗം, CPI പുനലൂർ മണ്ഡലം സെക്രട്ടറി C അജയ് പ്രസാദ്, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി K രാധാകൃഷ്ണൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം H അബ്ദുൽ ഖാദർ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VP ഉണ്ണികൃഷ്ണൻ, K രാജശേഖരൻ, J ജ്യോതികുമാർ, VS പ്രവീൺകുമാർ, I മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് കാൽനട ജാഥയെ AYF പ്രവർത്തകർ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നം, അനധികൃത വഴിവാണിഭം, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നഗരസഭയെ സമീപിക്കാൻ തീരുമാനിച്ചു. ശനിയാഴ്ച ചേർന്ന വ്യാപാരി വ്യവസായികളുടെ യോഗത്തിലാണ് തീരുമാനം. മാലിന്യ നീക്കം നിലച്ചതിനാൽ മാലിന്യം മാർക്കറ്റിൽ കെട്ടിക്കിടക്കുകയാണ്. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് വർഷങ്ങളായി. അനധികൃത വഴിവാണിഭങ്ങൾ പെരുകുന്നു. ഇക്കാര്യങ്ങളെല്ലാം പലതവണ നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ല. വിഷയങ്ങൾ ഉന്നയിച്ച് തിങ്കളാഴ്ച വീണ്ടും നഗരസഭയെ സമീപിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. മാർക്കറ്റിൽ ഇന്ന് കൂടിയ വ്യാപാരികളുടെ തീരുമാനം ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിലും വ്യാപാര സ്ഥാപനത്തിന്റെ ഉറപ്പിനും ബിൽഡിങ്ങിന്റെ സംരക്ഷണത്തിന് മെയിൻ്റനൻസിനും എല്ലാം വേണ്ടി ഞങ്ങൾ നിരവധി പരാതി കൊടുത്ത അനധികൃത കച്ചവടം, പുറത്തു നിന്നുള്ള ആളുകളുടെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റിലിടുന്നത് എല്ലാം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ ഒന്നും കൂടെ നേരിട്ട് കണ്ടിട്ട് ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ബുധനാഴ്ച വ്യാപാരികൾ ഹർത്താൽ ആചരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനമാണ് ഇന്ന് കമ്മിറ്റിക്കാർ തന്നിരിക്കുന്നത്. പുറത്തു നിന്നുള്ള ചവറുകൾ ഇനി മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ തടയുന്നതായിരിക്കും. മുനിസിപ്പാലിറ്റിക്കാരും മറ്റു സ്ഥലത്തുള്ള വേസ്റ്റുകളും ഇവിടെ കൊണ്ടിടുന്നത്
ഇനി ഇതിൻ്റെ അകത്തോട്ട് വന്നാൽ കർശനമായിട്ട് ഇവിടുത്തെ വ്യാപാരികൾ തടയും. അതിന് യാതൊരു സംശയവുമില്ല. മുനിസിപ്പാലിറ്റി എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ബുധനാഴ്ച ശക്തമായ സമരപരിപാടിക്ക് തീരുമാനിച്ചിരിക്കുകയാണ്. എസ് നൌഷറുദ്ദീൻ, എ ജാഫർകുട്ടി, ജി അനീഷ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം അല്ലമീൻ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം അവസാനിപ്പിക്കണമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്കൂളിനോട് ചേർന്നുള്ള റോഡിന്റെ ഉദ്ഘാടന ശിലാഫലകം അധികൃതർ ഇളക്കി മാറ്റിയതായി പത്തനാപുരത്തെ പ്രാദേശിക ചാനൽ വാർത്ത സംപ്രേഷണം ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു വാർത്താസമ്മേളനം. നമ്മുടെ സ്കൂളിന്റെ അപമാനകരമായ അപകീർത്തികരമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കാലവർഷം ശക്തമായതോടെ സ്കൂളിനോട് ചേർന്നുള്ള തോട്ടിൽ ഗുരുതരമായി വെള്ളം ഉയർന്നിട്ടുണ്ട്. സ്കൂളിന് 1.5 കിലോമീറ്റർ ദൂരെ മലനിരകളിൽ നിന്ന് മഴക്കാലത്ത് ശക്തമായി ഒഴുകിയെത്തുന്ന വെള്ളം കാനാച്ചിറ ഏല എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തുകൂടിയാണ് കല്ലുംകടവ് തോട്ടിൽ പതിക്കുന്നത്. അമിതമായി ഉയരുന്ന ചെളിവെള്ളം സ്കൂളിലെ അധ്യയനത്തെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. സ്കൂളിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ ഗ്രാമപഞ്ചായത്തിനെയും സ്ഥലം MLA KB ഗണേഷ് കുമാറിനെയും സമീപിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിമിതമായ ഫണ്ട് അനുവദിച്ചിരുന്നു. ഒപ്പം MLA KB ഗണേഷ് കുമാർ 5 ലക്ഷം രൂപയും അനുവദിച്ചു. ഈ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി നിലവിലെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി. റോഡിന്റെ തുടക്കത്തിലെ 37 മീറ്റർ ഒഴികെയുള്ള ഭാഗത്ത് ഇരുവശവും കോൺക്രീറ്റ് ചെയ്ത് ജലമൊഴുക്ക് സുഗമമാക്കി. MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് 2013 സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് റോഡ് നാടിന് സമർപ്പിക്കുകയും ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ഇവിടെ നിറഞ്ഞ വെള്ളം സ്കൂളങ്കണത്തിലേക്ക് അമിതമായി ഒഴുകിയെത്തി സ്കൂൾ പ്രവർത്തനത്തെ നിശ്ചലമാക്കുന്ന സാഹചര്യമുണ്ടാക്കി. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് JCB ഉപയോഗിച്ച് ചാലുണ്ടാക്കി വെള്ളം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടു. ഈ സമയത്ത് റോഡിന്റെ തുടക്കത്തിൽ സ്ഥാപിച്ചിരുന്ന റോഡ് ഉദ്ഘാടന ശിലാഫലകം കേടുപാടുകൾ സംഭവിക്കാതെ സുരക്ഷിതമായി ഇളക്കി മാറ്റി സ്കൂളിൽ തന്നെ സൂക്ഷിക്കുകയാണ് ഉണ്ടായത്. സതുദ്ദേശത്തോടെയാണ് ഇത് ചെയ്തതെന്ന് MLAയ്ക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പണി പൂർത്തിയാകുന്നതോടെ ശിലാഫലകം പുനഃസ്ഥാപിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. സത്യാവസ്ഥ ഇതായിരിക്കെ റോഡ് വെട്ടിനിരത്തുകയും ശിലാഫലകം അടിച്ചുപൊട്ടിച്ച് ഇല്ലാതാക്കുകയും ചെയ്തതായി ചാനലിൽ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. മാത്രമേ ഈ ഓട തുറന്ന് വെള്ളം വിടാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് ശിലാഫലകം സുരക്ഷിതമായി എടുത്ത് ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് ഒരു ബിൽഡിങ്ങിനോട് ചേർന്ന് അകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. വളരെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ വാർത്താ ചാനലിൽ വന്നത് അത് അടിച്ച് നശിപ്പിച്ച് കോൺക്രീറ്റ് റോഡ് വളരെ എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് വാഹനങ്ങളും എല്ലാം ഓട്ടോറിക്ഷയും കുട്ടികളും പോയിക്കൊണ്ടിരുന്ന റോഡ് പൊട്ടിപ്പൊളിച്ച് നാശമാക്കി എന്നാണ് ഇത്. കോൺക്രീറ്റ് റോഡ് തൊട്ടിട്ടേ ഇല്ല. തൊട്ടാൽ ഞങ്ങളുടെ വണ്ടി പോലും അതിനകത്ത് കയറി ഞങ്ങൾ 9 ബസ്സും അതിനകത്ത് കയറി ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. ആകെ ചെയ്തത് ഈ ചാനലിൽ കൂടെ വെള്ളം തുറന്നിട്ടു. പക്ഷേ ഈ വാർത്താമാധ്യമം ഈ ചാനലിൽ കൊണ്ടത് വളരെ അപമാനകരമായിട്ട് സ്കൂളുകാർ എന്തോ അതിക്രമം കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത വന്നത്. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ M നസീർ, വൈസ് ചെയർമാൻ O മുത്തലിഫ്, സ്കൂൾ മാനേജർ M മുഹമ്മദ് ഷെരീഫ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ A മൂസ ഖാൻ, ട്രസ്റ്റ് ട്രഷറർ അബ്ദുൽ അസീസ്, സ്കൂൾ പ്രിൻസിപ്പൽ S വനജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ബാലസംഘം പുനലൂർ ഏരിയ സമ്മേളനം ശനിയാഴ്ച ചെമ്മന്തൂർ ഹൈസ്കൂളിൽ ചേർന്നു. പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ മുതിർന്ന തലമുറ നേടിയ 100% സാക്ഷരത്വം, നിങ്ങൾ മുതിർന്ന തലമുറ നേടിയ 100% അറിവ്, നിങ്ങൾ മുതിർന്ന തലമുറ ഞങ്ങൾ നേടിയ ഒഴുപ്പ് സമൃദ്ധി എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മൾ രക്ഷിക്കേണ്ട, നമ്മൾ ഒന്നാമത് രക്ഷിക്കേണ്ട ഓസർപ്പാടെ കീഴ്ത്തിരിക്കുന്നു. ആ കീഴ്ത്തിലൂടെ മാരകമായ രോഗത്തിൽ വിത്തുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. താഴെ പോകാൻ ഒരു നിമിഷം മതി. ശത്രുക്കളുടെ വലിച്ചു കുഴിച്ചിടാൻ പോലും ഒന്നുണ്ടാവില്ല. P. കൃഷ്ണൻ മാഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ടൈറ്റസ് സെബാസ്റ്റ്യൻ, ബാലസംഘം ഏരിയ കൺവീനർ R. സുഗതൻ, ബാലസംഘം സെക്രട്ടറി വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സാങ്കേതിക കാരണങ്ങളാൽ കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. മുഖ്യമന്ത്രിയെ വിമർശിച്ച നടൻ സുരേഷ് ഗോപിക്ക് ലക്ഷ്യങ്ങളുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ്. CPM സമരങ്ങൾ പതിവായി പരാജയപ്പെടുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് D. ഭാനുദേവൻ. ജനഹിതമറിയാത്ത പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R. സജിലാൽ. പുനലൂർ മാർക്കറ്റിലെ മാലിന്യ പ്രശ്നം, അനധികൃത വഴിവാണിഭം, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ നഗരസഭയെ സമീപിക്കും. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ ബുധനാഴ്ച ഹർത്താൽ നടത്തുമെന്ന് വ്യാപാരികൾ.
വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.